ഇന്ന് തുടർമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയാണല്ലോ. അതുകൊണ്ട് തന്നെ ദൈവം ഏൽപ്പിച്ച ഒരു സന്ദേശം വളരെ വേഗം നമ്മൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രാരംഭത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനമാണ്. ആ വാക്യം ഒരാൾക്ക് ഒന്ന് വായിച്ച് സഹായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് അടുത്ത സമയം, കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഞായറാഴ്ച ദിവസം മുതൽ യെരൂശലേം ദേവാലയം സംബന്ധിച്ച് വലിയ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ആളുകൾ ഉരുത്തോലകൾ കയ്യിൽ പിടിച്ച് ദാവീദ് പുത്രൻ ഓശാന പാടിയ പെസഹ ഞായർ. അതിനുശേഷം ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ യേശു കർത്താവ് യെരൂശലേം ദേവാലയത്തെ ചുറ്റിപ്പറ്റി ആയിരിക്കുന്ന 3 ദിവസങ്ങൾ. ശുശ്രൂഷ ആരംഭിച്ചതിൽ പിന്നെ കർത്താവ് 3 ദിവസം യെരൂശലേമിൽ സ്പെൻഡ് ചെയ്തത് ആദ്യമായിട്ടാണ്. ഞായറാഴ്ച ഉണ്ടായിരുന്നു, തിങ്കളാഴ്ച ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച ഉണ്ടായിരുന്നു. ഈ 3 ദിവസത്തിനും പ്രത്യേകതയുണ്ട്. ഞായറാഴ്ച സ്തുതി പാടിക്കൊണ്ട് ആളുകൾ അവനെ എതിരേൽക്കുക. തിങ്കളാഴ്ച ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും യേശു തർക്കിക്കുക. ചൊവ്വാഴ്ചയും അത് തന്നെ. തിങ്കളാഴ്ച രാത്രി ഒത്തിരി വൈകി ഒലുമലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചേച്ച് ബഥാനിയിലെ ആ വീട്ടിൽ യേശു വിശ്രമിക്കുക. ചൊവ്വാഴ്ച അതിരാവിലെ ആലയത്തിൽ പോയി അവരുമായിട്ട് തർക്കിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒത്തിരി വൈകി ഒലുമല വന്നിരുന്ന് പ്രാർത്ഥിച്ചേച്ച് ബഥാനിയിലെ ആ കൊച്ചു വീട്ടിൽ ചൊവ്വാഴ്ച രാത്രിയിലും വിശ്രമിക്കുക. ബുധനാഴ്ച കർത്താവ് ആലയത്തിൽ പോയില്ലെന്ന് മാത്രമല്ല, ബഥാനിയ വിട്ട് ഒരിടത്തോട്ട് പോയില്ല. ബഥാനിയിൽ യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേന് ആ ബുധനാഴ്ച ദിവസത്തിന്റെ രാവിലെ ആളുകൾ ഇങ്ങനെ തിക്കിത്തിരക്കുക. അപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ആ യോഗം മറ്റൊരിടത്തോട്ട് മാറ്റി. എവിടോട്ടാ മാറ്റിയേ? കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലേക്ക്. നമ്മുടെയൊക്കെ ചർച്ചിന്റെ വീട്ടുപ്രാർത്ഥനകൾ നാട്ടിൽ ചില വീടുകളിൽ ക്രമീകരിക്കാറുണ്ട്. പക്ഷെ ചില വീടുകളിലെ കാര്യം വരുമ്പോൾ പറയാറുണ്ട്, ആ വീട്ടിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് ആ വീട്ടുകാരുടെ പേരിൽ സഭയെ വെച്ചത് നടത്തും. ശരിക്കും ബുധനാഴ്ച ആ മീറ്റിംഗ് നടക്കേണ്ടത് ബഥാനിയയിലെ ലാസറിന്റെയും മാർത്തയുടെയും മറിയുടെയും വീട്ടിലാണ്. പക്ഷെ അവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആ യോഗം ശീമോന്റെ വീട്ടിൽ നടക്കുക. രാവിലെ സമയം നിറച്ചാളുകൾ വന്നിട്ടുണ്ട്. ആ യോഗത്തിൽ മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം മറിയ ചെയ്യുക. എന്താ ചെയ്യുന്നത്? അവളുടെ കയ്യിലിരുന്ന ആ വെങ്കൽ ഭരണി, മലയാളത്തിൽ അത്ര ആലങ്കാരികമായിട്ടൊക്കെ പറയുമ്പോഴും ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഷീ ബ്രോക്ക് ദ ഫ്ലാസ്ക്. അവള് ആ സ്പ്രേ കുപ്പി പൊട്ടിക്കുക. സ്തോത്രം. ഫിൽസ് ദ വോൾ ഹൗസ്. അത് എല്ലായിടത്തും സൗരഭ്യം നിറയ്ക്കുക. ശരിക്കും എല്ലാ ത്യാഗപൂർണമായ ആരാധനയുടെ പ്രത്യേകത ഇതാണ്. എവരി സാക്രിഫിഷ്യൽ വർഷിപ്പ് ജെനുവിൻ ആണെങ്കിൽ, വർഷിപ്പ് പ്രോപ്പർ ആണെങ്കിൽ, വർഷിപ്പ് സാക്രിഫിഷ്യൽ ആണെങ്കിൽ, ഇറ്റ് ഫിൽസ് ദ ഹോൾ ഹൗസ്. അത് എല്ലായിടത്തെയും നിറയ്ക്കും. എന്താ അവിടെ നിറഞ്ഞത്? പരാതിയും വഴക്കമൊന്നും അല്ല നിറഞ്ഞു. വീടിനകത്ത് സൗന്ദര്യം നിറഞ്ഞു, സുഗന്ധം നിറഞ്ഞു.
പെർഫ്യൂമിന്റെ സ്മെല്ല് നിറഞ്ഞു. സ്തോത്രം. നമ്മുടെയൊക്കെ വീടുകൾ ദൈവസാന്നിധ്യം നിറയേണ്ട വീടുകളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് പല വീടുകളുടെ അകത്തും നിറയേണ്ടത് പലതും നിറയുന്നില്ലെന്നുള്ളതാണ്. വഴക്കും പരാതി, സഭകളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. ഈ നോർമൽ ടെമ്പറേച്ചർ, നോർമൽ ക്ലൈമറ്റ്, 96 വാതകങ്ങളുടെ ഒരു സന്തുലനാവസ്ഥയിലാണല്ലോ അത് ക്ലൈമറ്റ് നോർമൽ ആകുന്നത്. ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, എല്ലാം ഉണ്ട്. 96ഓളം വാതകം. ഇതിനകത്ത് നോർമൽ ക്ലൈമറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് പറയുന്നത് 0.04%. പക്ഷെ അത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചാൽ എന്നാ സംഭവിക്കും? 1-2% അത് വന്നാൽ കടുത്ത തലവേദനയും തലയിറക്കൊക്കെ ഉണ്ടാവും. നേഴ്സിംഗ് മേഖലയിലൊക്കെ നിൽക്കുന്ന ഒത്തിരി പേരുള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് 3 മുതൽ 5% വരെ വരുമ്പോഴത്തേന് ഹാർട്ട് റേറ്റ് ക്രമാതീതമായിട്ട് ഇടിക്കും, ശ്വാസം മുട്ടും, ആള് അബോധാവസ്ഥയിലേക്ക് വീഴും. അത് 6 മുതൽ 10 വരെയൊക്കെ ആകുമ്പോഴത്തേന് ഓൺ ദ സ്പോട്ടിൽ മരണം സംഭവിക്കും. അപ്പം ശരിക്കും നിറയേണ്ടത് നിറഞ്ഞില്ലെങ്കിൽ ആ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന എന്താ? മരണം സംഭവിക്കും. പക്ഷെ ഈ ബുധനാഴ്ച ദിവസത്തിന്റെ രാവിലെ സമയം ആ വീടിനകത്ത് നിറയുക. എന്താ നിറയുന്നത്? ദൈവസാന്നിധ്യത്തിന്റെ ഒരു സുഗന്ധം. അതേ ബുധനാഴ്ച തന്നെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. യോഹന്നാൻ 12:5 300 വെള്ളിക്കാശ് വിലയുള്ള തൈലം യേശുവിന്റെ കാൽക്കൽ പൂശി തലമുടി കൊണ്ട് ആ പാദം തുവർത്തുന്ന അതേ ദിവസം തന്നെ, കൃത്യമായിട്ട് പറഞ്ഞ അന്ന് വൈകിട്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായി 26:14 മുതലുള്ള വാക്യങ്ങൾ. എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ യേശുവിന് വില പറയുക. ആരാ വില പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാം. ആരോടാ വില പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാം. അയാൾ വില പറഞ്ഞു, വില കിട്ടി. എത്ര വെള്ളിക്കാശാ വില കിട്ടിയത്? 30 വെള്ളിക്കാശ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ വിറ്റാൽ 30 കിട്ടത്തുള്ളൂ. സ്തോത്രം. പക്ഷേ 300 വെള്ളിക്കാശ് വിലയുള്ളത് കർത്താവിന് കൊടുക്കുക ആ സ്ത്രീ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നമ്മൾ കർത്താവിനെ വിൽക്കുന്നവരാണോ അതോ കർത്താവിന് കൊടുക്കുന്നവരാണോ? സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുക. ഉണർവൊക്കെ വന്നോളൂ, അത് കൃത്യമായിട്ട് വരും. ആരും ഉണർവ് വരാനായിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിച്ച് തന്നെയാണ് പ്രസംഗിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളാരും കണ്ണടച്ച് പ്രാർത്ഥിക്കേണ്ട. കാര്യം ഉറക്കം വരുമല്ലോ. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുണ്ടല്ലേ? യോഗ കഴിയുമ്പോൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. ഇത് കണ്ണു തുറന്ന് കേട്ടാൽ മതി. സ്തോത്രം. ശ്രദ്ധിച്ച്, 30 വെള്ളിക്കാശേ കിട്ടത്തുള്ളൂ കർത്താവിനെ വിറ്റ. സ്തോത്രം. പക്ഷേ ഒരാൾ തീരുമാനിക്കുക, എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും എൻ്റെ ആയുസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിൽക്കത്തില്ല. അതുമാത്രമല്ല, എൻ്റെ ലൈഫിൽ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലുത് ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ചെറുപ്പക്കാർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. മക്കളെ, ഞങ്ങളുടെ സെൻറ്ററിൻ്റെ ഉപവാസ പ്രാർത്ഥന 2 ദിവസം നടക്കുക. ഇന്നുമായിട്ട് ഞാൻ പ്രസംഗിച്ച മെസ്സേജ് അതാ. ഒരു മനുഷ്യൻ 70 വർഷമാകുന്നു ബാബിലോണി വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും വർഷങ്ങളായിട്ട് ജർമ്മനിയിലുള്ളത് ഷായിച്ചാണ്. പക്ഷെ പുള്ളിക്ക് മാത്രം ഒരു വ്യത്യാസവും ഇല്ല. പക്ക റാന്നിക്കാരൻ. വേറെ അതിനുശേഷം വന്നവരൊക്കെ ജർമ്മൻകാരായിട്ടും പുള്ളി മാത്രം വെറും റാന്നിക്കാരനായിട്ട്. അത് സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇട്ടിയപ്പാറ ജീവിക്കുന്ന പോലെ ഒരു സംസാരം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. 70 വർഷമായിട്ട് ബാബിലോണില്ല.
ബാബിലോണിലെ ട്രെയിനിങ് കഴിഞ്ഞ 3 വർഷത്തെ മിലിറ്ററി ട്രെയിനിങ്. പക്ഷെ പുള്ളി ബാബേലായില്ല, ബാബിലോണിലായില്ല. പുള്ളി ഒറ്റ കിളിവാതിൽ തുറന്നിട്ടിരിക്കുക. എങ്ങോട്ടാണെന്നറിയോ? യെറുശലേമിന്റെ നേരെ. അതിനൊരു കാരണമുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ ഈ ശലോമോൻ ആലയം പ്രതിഷ്ഠിക്കുമ്പം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം മുഴുവൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആലയം പ്രതിഷ്ഠിക്കുമ്പോൾ ശലോമോൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഒരാള് യുദ്ധത്തിന് പോകുമ്പോൾ, ഒരാള് 8-ാം അധ്യായത്തിൽ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 28, 30, 38, 42, 44 ഈ വാക്യങ്ങളെല്ലാം ഒന്ന് നോക്കിയാൽ മതി. യുദ്ധത്തിന് പോകുമ്പോൾ അപ്പൊ തന്നെ ശലോമോൻ പ്രതിഷ്ഠിക്കുന്ന ആലയത്തിന്റെ കാര്യം ഞാനീ പറയുന്നത്. യുദ്ധത്തിന് പോകുമ്പോൾ പാപം ചെയ്താല്, പരാജയപ്പെട്ടാല്, മനവീടെ ഉണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്തോണം? ഒരു സ്ഥലത്ത് അടിമയായി പോയാൽ അവിടെ നിന്ന് ജെറുസലേമിനെ നോക്കി എന്ത് ചെയ്തോണം? പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? കേൾക്കും. 70 വർഷം കഴിഞ്ഞിട്ടും ഒരു കിളിവാതിൽ തുറന്നു കിടക്കുക. എങ്ങോട്ടുള്ള കിളിവാതില്? യെറുശലേമിന് നേരെയുള്ള കിളിവാതിൽ. ഞാനൊരു കാര്യം സ്വാഭാവികമായിട്ട് പറയാം. ഈ ബാബേലിലോട്ടുള്ള വാതിലുകളെല്ലാം അടച്ചാലേ യെറുശലേമിലേക്കുള്ളത് നമുക്ക് തുറക്കാൻ പറ്റും. സ്തോത്രം. ഈ എല്ലായിടത്തെയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. ഒന്നെങ്കിൽ യെറുശലേമില്, അല്ലെങ്കിൽ ബാബേലില്. ദാനിയേല് തീരുമാനിച്ചു ബാബേലിലെ അടഞ്ഞാലും കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു. നെബൂഖദ്നേസർ രണ്ടാമന്റെ കാലം കഴിഞ്ഞു, ബെൽശസ്സറിന്റെ കാലം കഴിഞ്ഞു. ഇപ്പം മേദ്യനായ ദാര്യാവേശ് വന്നിരിക്കുക. പുസ്തകങ്ങളിൽ നിന്ന് കാലസമ്പൂർണതയെ കുറിച്ചുള്ള വെളിപ്പാട് അദ്ദേഹം ഗ്രഹിച്ചെന്നാ പറയുന്നത്. ദാനിയേൽ 9:2. എന്നാ കാര്യം? വാഗ്ദത്ത നിവർത്തിയുടെ സമയമായി. മേദ്യനായ ദാര്യാവേശ് 120 സംസ്ഥാനങ്ങൾക്ക് അധിപന്മാരെ വെച്ചു. ഈ അധിപന്മാർക്ക് 3 പേരെ ലീഡേഴ്സ് ആക്കി. ആ ലീഡേഴ്സിൽ എല്ലാവരുടെയും ടോപ്പാക്കാനായിട്ട് ദാനിയേലിന്റെ പേര് സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുക രാജാവിന്റെ അടുത്ത്. ഇപ്പൊ അവിടുത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ചീഫ് സെക്രട്ടറി, നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ, നെക്സ്റ്റ് ഇന്നാര് ദാനിയേൽ ആവുമെന്ന. ഇത്രയും കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോഴാ ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി വെളിപ്പെടേണ്ട ദൈവിക സാധ്യതകളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഈ കുടുംബത്തെ ആ പൊസിഷനിൽ നിന്ന് ഇറക്കിക്കളയാൻ അന്യായമായ ഒരു രേഖ ഉണ്ടാക്കുക. ടെമ്പററി ആയിട്ടുള്ള ഒരു നിയമം 30 ദിവസത്തെ അല്ലേ? ഇന്നലെ ഇല്ലാത്തതാ. 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഇല്ലതാൻ. ഒരു ടെമ്പററി നിയമം. എന്തിനെതിരെ? നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ. ഇന്ന് രാത്രി തീരുമാനിക്കണം. നിയമം ടെമ്പററി ആണേലും കൊള്ളാം, നിയമം പെർമനന്റ് ആണേലും കൊള്ളാം, എന്റെ പ്രാർത്ഥനയ്ക്കെതിരായിട്ടുള്ള ഒരു സാധ്യതയുടെ മേലും ഞാൻ പോകത്തില്ല. ഞാൻ നിന്റെ ലൈഫ് മാറുന്നത് ഇവിടാ. നിന്റെ ജീവിതം മാറ്റുന്നത് ഇതാ. ഈ പ്രാർത്ഥനയ്ക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നത്. 4-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, they lifted their voice together to God. 4-ാം അധ്യായത്തിൽ ജാതികൾ കലഹിക്കുന്നു, ഭയങ്കര പ്രശ്നമൊക്കെ നടക്കുന്നു. ഹെരോദാവും ജാതികളും പൊന്തിയോസ് പീലാത്തോസും എല്ലാം കൂടെ ദൈവജനത്തിനെതിരെ കൂടി വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ 4:28, 4:24, Acts chapter 4:24, they lifted their voice together to God. അവർ ഒരുപോലെ ശബ്ദം ഉയർത്തി
ദൈവമുമ്പാകെ ഒരുത്തൻ ശബ്ദം ഉയർത്താൻ തീരുമാനിച്ചാൽ, ദൈവമുമ്പാകെ ഒരുത്തൻ ശബ്ദം ഉയർത്തിയാൽ ദൈവം ചിലതിനെ തിരിക്കും. അപ്പോസ്തല പ്രവൃത്തി സംഭവിച്ചതാ. 12-ാം അധ്യായത്തിൽ അവർ ദൈവമുമ്പാകെ ശബ്ദം ഉയർത്തി. 3 കാര്യം സംഭവിച്ചു. ഒന്ന്, അടുത്ത ഒരു മരണ സ്റ്റോപ്പായി. യാക്കോബ് കൊല്ലപ്പെട്ടു. ഇപ്പൊ പത്രോസിനെ പിടിച്ചിട്ടിരിക്കുക. എന്തിനായിട്ടിരിക്കുന്നത്? ഫ്രീക്കൻ്റായിട്ട് നടക്കുന്ന മരണം. ഫ്രീക്കൻ്റായിട്ട് ഒന്നങ്ങോട്ട് കഴിഞ്ഞു, അതിച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് അടുത്തത്, പിന്നെ അടുത്തത്, പിന്നടുത്തത്. ഇല്ല കേട്ടോ, ഇന്ന് രാത്രി ഒന്നിച്ച് സഭ ശബ്ദം ഉയർത്തിയാൽ ചില മരണങ്ങൾ സ്റ്റോപ്പാകും. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആഴ്ചയിൽ നാട്ടിലോട്ട് കയറ്റിവിടാൻ, ആഴ്ചയിൽ ദുരന്തത്തിന്റെ വാർത്ത കേൾപ്പിക്കാൻ, ആഴ്ചയിൽ ഞെട്ടിപ്പിക്കുന്ന ഫോൺ കോളുകൾ തരാൻ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഒരുക്കുന്ന ചില പദ്ധതിക്ക് നേരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥനയുടെ കിളിവാതിൽ തുറന്നിട്ടേക്കണം. അത് 7 ദിവസം കൊണ്ട് തീരേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ ഈ ദൂതന്റെ അടുത്ത പാർട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, യാക്കോബ് കൊല്ലപ്പെട്ടു, പത്രോസിനെ പിടിച്ചിട്ടിരിക്കുന്നു. ഓരോന്നോരോന്നും മാറി മാറി പ്രയോജനപ്പെടുന്ന കുടുംബങ്ങൾക്ക് നേരെ ഒരുക്കപ്പെടുന്ന ചില പദ്ധതികൾ. പക്ഷേ they lifted their voice together to God. അവരവരുടെ ശബ്ദം ഒരുപോലെ ദൈവവും വാകെ ഉയർത്തിയപ്പം എന്താ സംഭവിച്ചത്? ചിലത് അപ്സൈഡ് ഡൗൺ തിരിയ. ഈ 2ാമത്തെ രാത്രി ശക്തമായി നിങ്ങളോട് ഞാൻ പറയുക, ചിലതിനെ ദൈവം അപ്സൈഡ് ഡൗൺ തിരിക്കും. പ്രാർത്ഥന പോരാട്. അടുത്തത്, അവരൊരുപോലെ സ്വരം ഉയർത്തിയപ്പോ പ്രാർത്ഥനയുടെ മറുപടി അവരുടെ കണ്ണിന്റെ മുമ്പിൽ വന്നു നിന്നു. ചില കുടുംബങ്ങളിൽ ചിലത് ചേർന്ന് വരാതെ, ചില വിവാഹങ്ങൾ നിരന്നു വരാതെ, ചിലതിനെ ജീവിതത്തിലേക്ക് ഒന്നിപ്പിക്കാതെ, ഈ മറകളിട്ട് നിൽക്കുന്ന ചില വ്യാപാരങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. പത്രോസ് എവിടെയെങ്കിലും കിടക്കേണ്ടവനല്ല. പത്രോസ് സഭയുടെ കൂടെ നിൽക്കേണ്ടവനാ. ദൈവസഭയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ട ചിലതിനെ സ്കാറ്റേഡ് ആക്കിയിട്ടിരിക്കുന്ന ചില ആധിപത്യങ്ങളെ ദൈവം ഈ പ്രാർത്ഥനയുടെ അകത്ത് തകർക്കാൻ പോവാന്ന് ഞാൻ ദൈവാത്മാവ് ദൂത് പറയുന്നത്. സ്തോത്രം. ദാനിയേൽ 6:10 നിങ്ങൾക്കറിയാം. രേഖ എഴുതിയിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോ യൂദായും അത് തന്നെയാ ചെയ്ത്, യോനെ അത് തന്നെ ചെയ്ത്. 2-ാമത്തെ അധ്യായം 4-ാം വാക്യം, ഭൂമി അതിന്റെ ഓടാമ്പലുകളാൽ അവരെ അടച്ചിട്ടിരിക്കുക. ഓടാമ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീടിന്റെ കതക് പൂട്ടുന്ന, പുറത്തുനിന്ന് പൂട്ടുന്ന കൊളുത്താ ഓടാമ്പല്. ഓടാമ്പലിട്ട് പൂട്ടി വെച്ചിരിക്കുമ്പോ അവൻ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു വെച്ച് യെരുസലേമിന്റെ ധിക്കറിയത്തിലെ യെരുസലേമിലേക്ക് നോക്കി. സംഭവിച്ചെന്താ? ഛർദിച്ചു ചിലത്. ഇന്ന് രാത്രി നിന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്ത്. എത്ര പേര് തീരുമാനിക്കും ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും? പ്രാർത്ഥിച്ച മരണം സ്റ്റോപ്പാവും. പ്രാർത്ഥിച്ച മറുപടി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. 3-ാമത്തെ കാര്യം, പ്രാർത്ഥിച്ചോ ഹെരോദാവ് കഴിഞ്ഞു പോകും. ഹലോ, അപ്പോസ്തല പ്രവൃത്തി 12 തുടങ്ങുമ്പോൾ കൺട്രോൾ മുഴുവൻ ഹെരോദാവിന്റെ കയ്യിലാണ്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 12 അവസാനിക്കുമ്പോൾ കൺട്രോൾ ദൈവസഭയുടെ കയ്യിലേക്ക് വരിക. ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന കൺട്രോളുകൾ തിരിക്കും. പക്ഷെ ഒറ്റ കാര്യ, they lifted their voice together to God. ഒരുപോലെ സ്വരം ഉയർത്തി ദൈവം മുമ്പാകെ. ഒരുത്തി തീരുമാനിച്ചു, ആരെല്ലാം വിറ്റാലും ആരെല്ലാം ഒറ്റിക്കൊടുത്താലും എൻ്റെ ലൈഫ് കൊണ്ട് ഞാനൊരു ദൈവത്തെ വിൽക്കത്തില്ല.
ഞാൻ ആ വാക്ക് വായിച്ച് ഒത്തിരി കരഞ്ഞു. അവൾ ആ ഭരണി തുറന്നെന്നല്ല, ഷീ ബ്രോക്ക് ദ ഫ്ലാസ്ക്. അവൾ അത് പൊട്ടിച്ചു. കുഞ്ഞെ, നിന്റെ ജീവിതം ദൈവം ഭാഗം പൊട്ടട്ടെ. നിന്നെ ഇത്ര മാനിച്ച നിന്റെ ദൈവത്തെ, നിന്നെ ഇത്ര ആദരിച്ച നിന്റെ ദൈവത്തെ, കൂട്ടുകാരി പരമായി നിന്റെ ജീവിതത്തെ നന്മ കൊണ്ട് അലങ്കരിച്ച നിന്റെ ദൈവത്തെ, നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഇതല്ലാതെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? യോശുവ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് വേണേ നദിയുടെ അക്കരെയുള്ള നിങ്ങളുടെ ദേവന്മാരെ സേവിക്കാം, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഏതവനയിലൂടെല്ലാം പോയാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഷൈജ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സേവിക്കുമെന്നുള്ള മലയാളം വാക്കിനകത്തെ സേ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിക്കേ, സേ മാറ്റിയ പിന്നെ വിൽക്കും അല്ലേ? സേവിക്കുമെന്നുള്ളതിനകത്ത് സേ മാറ്റിയ വിൽക്കുന്ന ഒത്തിരി പേര് കാണും. പക്ഷേ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ വിൽക്കത്തില്ല. എൻ്റെ കർത്താവിനെ വിൽക്കുന്ന ഒരു പരിപാടി, ക്രൂശീകരണത്തിന്റെ ആ ബുധനാഴ്ച പകലും വൈകിട്ടുമായിട്ട് നടന്ന 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബുധനാഴ്ച പകല് ഒരാൾ 300 വെള്ളിക്കാശ് വിലയുള്ള പരിമള തൈലം പൊട്ടിക്കും. ബുധനാഴ്ച വൈകിട്ട് ഒരാൾ കർത്താവിനെ ഒറ്റിക്കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പകലത്തെ ചിന്തയും രാത്രിയിലത്തെ സ്വപ്നവും നമ്മുടെ കർത്താവിന്റെ വരവായിരിക്കണം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പകലത്തെ ചിന്തയും രാത്രിയിലത്തെ സ്വപ്നവും കർത്താവിന്റെ വരവായിരിക്കണം. ചിലർ പകല് ഭയങ്കര സുവിശേഷ, രാത്രി അല്ലാത്ത വിശേഷം. സ്തോത്രം. നിന്റെ പകലും രാത്രിയും നിന്നെ നിയന്ത്രിക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധമായിരിക്കും. ഞാൻ 33 വർഷമായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് ജീവിതത്തിൽ കണ്ട ഒരു കാര്യം, രഹസ്യ ജീവിതത്തിൽ ഒരുത്തൻ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ തലമുറ ഗതി പിടിക്കത്തില്ല. എത്ര വലിയ ഉദ്ദേശിയാണേലും കൊള്ളാം, എത്ര വലിയ മിടുക്കനാണേലും കൊള്ളാം, നിന്റെ രഹസ്യ ജീവിതം പൊളിഞ്ഞതാണെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ നിന്റെ തലമുറയെ ബാധിക്കും. ഉഴപ്പരുത് ദൈവസന്നിധി. ഞാൻ ഇന്ന് രാത്രി എന്തിനാ എത്ര ഷാർപ്പാവുന്നെന്ന് എനിക്കും അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ക്ഷമിക്കുന്നു. നിനക്ക് കർത്താവിന്റെ കണ്ണി പൊടിയിടാൻ പറ്റത്തില്ല. മറ്റുള്ളവരെല്ലാം പറ്റിക്കാൻ പറ്റും. സഭയിൽ നീ ആത്മീയനായിരിക്കും, മുമ്പിൽ ക്ലീൻ ഷേവിങ് ചെയ്ത് കോട്ട് വിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ കർത്താവിനെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. കർത്താവിനെ പറ്റിക്കുന്ന ഒരുത്തനെയും ദൈവം വെറുതെ വിടത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ദൂതിലോട്ട് കയറുക. സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കാൻ അനീഷ് തോമസ് ഒന്നും ഒരു വിഷയമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവ് നിനക്ക് വേണേ 10,000 അനീഷിനെ ഒരുപോലെ ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നമ്മളുണ്ടായാലേ വല്ലതും നടക്കത്തുള്ളൂന്നൊന്നും വിചാരിക്കരുതല്ലേ. ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ അത് കൃപയെന്ന് മാത്രം പറയാന്നുള്ളത്. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അതുപോലൊരു മണ്ടത്തരം വേറെ ഇല്ല. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. സ്തോത്രം. ദൈവത്തിന് പണിയിപ്പിക്കാൻ ശലോമോന്റെ ആലയം പണിതപ്പം പണിയാന് അപ്പനൊരുക്കി വെച്ച കാശ്, കൂട്ടുകാരൻ ഹീരാമിന്റെ കയ്യിലെ സ്വർണം, പിന്നെ അവിടുന്ന് തടി, ഇവിടുന്ന് സംഭവം. ഞാൻ ചോദിച്ചു, സെരുവോവേലേ, നീ പണിതപ്പം സ്വർണം, തടി, അപ്പന്റെ കൂട്ട്, പുള്ളി പറഞ്ഞു അതൊക്കെ ശലോമോന്റെ കാലം. പക്ഷെ എൻ്റെ കാലത്ത് ദൈവം പണിതത് സ്വർണവും തടിയൊന്നും ശേഖരിച്ചു വെച്ചല്ല,
സൈന്യത്താലല്ല, ശക്തിയാലല്ല. പറ, നിങ്ങൾ പറ. ദൈവത്തിന്റെ ആത്മാവനാൽ. സഹോദരങ്ങളെ, ഇത് ജർമ്മനിയിൽ ദൈവം വലിയ പണി നടത്തുന്ന ഒരു സമയമാണ്. അതിന് പൈസയും വേണ്ട, നിങ്ങളുടെ ശമ്പളവും വേണ്ട. അതൊക്കെ പണ്ട്. സ്വത്രം. ഈ ദിവസങ്ങളിൽ അഭിഷേകം ചേർത്ത് പണിതാൽ. എന്റെ കാശില്ലെങ്കിൽ വല്ലതും നടക്കത്തില്ലെന്നൊന്നും വിചാരിക്കല്ലേ. അതൊക്കെ പണ്ട് ദാവീദിന്റെ കാലത്ത്, ശലോമോന്റെ കാലത്ത്, ഇന്ന് സെരൂബാബേലിന്റെ കാലത്ത് അഭിഷേകത്തിന് എങ്ങനെയൊക്കെ പണിയാൻ പറ്റുമെന്നുള്ളത് ദൈവം തെളിയിക്കാൻ പോകുന്ന ഒരു കാലമായത്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് ഒറ്റ ദൂത പറയാനുള്ളൂ. നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാകട്ടെ. നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡും ഞാൻ എനിക്കൊന്ന് ഈ ആഴ്ചയാണോ അതോ കഴിഞ്ഞ ആഴ്ച, അല്ല കഴിഞ്ഞ ആഴ്ച, രണ്ടാഴ്ച മുമ്പ് പൗർഷനിൽ എനിക്ക് ആ പ്രസംഗം പൂർത്തീകരിക്കാൻ പറ്റിയില്ല, സമയമില്ലാഞ്ഞുകൊണ്ട്. ഞാൻ അന്ന് പ്രസംഗിച്ചൊരു മെസ്സേജ് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തു. അതിട്ട് ഒറ്റ മെസ്സേജ് അത്: സ്റ്റോപ്പ് ദ റോങ് ബാറ്റിൽസ്. തെറ്റായ യുദ്ധങ്ങളെ നിർത്തലാക്കുക. പൗലോസ് പറഞ്ഞൊരു വാക്കാണ്, ഞങ്ങൾ ആകാശത്തെ നോക്കി മുഷ്ടിയുദ്ധം ചെയ്യുന്നവർ അല്ല. ഞങ്ങൾ സ്വത്രം തെറ്റായിട്ട് ഓടുന്ന ഓട്ടക്കാരും അല്ല. സ്കോപ്പോസ്, ഞങ്ങൾക്ക് നല്ല കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. സ്വത്രം. എന്തോ എനിക്ക് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരണം. അതുകൊണ്ട് 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ 26 വാക്യം, എന്തോ അവിടുത്തെ വിഷയം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാം. 8-9 അധ്യായത്തിൽ ഇത് ലിമിറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ ലിബർട്ടിയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇത് ലിമിറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ ലിബർട്ടി, ക്രിസ്തീയ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരിമിതികൾ. 9 അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യം പ്രാവർത്തികമാക്കുന്നതെന്നുള്ള കാര്യം. ഈ 1 കൊരിന്ത്യർ 6 അധ്യായം മുതൽ ഇത് ക്രിസ്ത്യൻ ലിബർട്ടിയാ പൗലോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ വിശ്വാസികൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. ഗലാത്യർ 5:1 എന്താ, നിങ്ങൾ സ്വാതന്ത്ര്യം ജഡത്തിന് ഉപയോഗിക്കേണ്ട. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിനകത്ത് റോമാലേഖനം 14:1 മുതലുള്ള വാക്യങ്ങളിലകത്ത് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കടുംപിടുത്തം വേണ്ട. ഇങ്ങനെ ഒത്തിരി അയവുകൾ പൗലോസ് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഈ കോരിന്തിൽ ഒരു കുഴപ്പമുണ്ട്. കോരിന്തില് എല്ലാ അധാർമികതയുടെ ഒരു കേന്ദ്രമായിരുന്നല്ലോ കോരിന്ത്. അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടും പഴയ പാരമ്പര്യത്തിന്റെ ഒരു സ്വാധീനത ഭയങ്കരമായിട്ട് ആ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 12 വാക്യം, ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 12 വാക്യം. 1 Corinthians chapter 6 verses 12, 6:12 ഒന്ന് വായിച്ചു നോക്കിക്കേ ആ വാക്യം. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതുമല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനതനാകയില്ല. വാക്യം കൂടെ വായിച്ചാട്ടെ സിസ്റ്ററെ. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്ന് പറഞ്ഞ ഈ 6 അധ്യായം മുതൽ പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യം, ദൈവമക്കൾ പ്രയോജനമില്ലാത്തതൊന്നും ചെയ്യരുത്. ദൈവനാമം മഹത്വപ്പെടുന്നത് മാത്രമേ ദൈവമക്കൾ ചെയ്യാവൂ. രണ്ടാമത്തെ കാര്യം, ഒരാഗ്രഹത്തിനും ഒരു ശീലത്തിനും നമ്മൾ ആരാകരുത്, അടിമകൾ ആകരുത്. ഈ 6:13 പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ടല്ലോ, 6:13 ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 കൊരിന്ത്യർ 6:13. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. കണ്ടോ,
ശരീരം ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതിൻ്റെ ലിമിറ്റിനെ കുറിച്ചും അതിൻ്റെ ലിമിറ്റ്സിനെ കുറിച്ചും ഒക്കെ ഒത്തിരി 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 എന്താ ലിബറലായിട്ട് എഴുതിയ ആളാ പൗലോസ്. അന്നേരം കോരിന്തിൽ ഒരു ചിന്തയുണ്ട്. കോരിന്തിൻ്റെ ഒരു പഠിപ്പീരെന്ന് പറയുന്നത്, അവിടെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. അതിങ്ങനെ ആയിരുന്നു: സെക്സ് ഈസ് പ്യുവർലി ബയോളജിക്കൽ ലൈക്ക് ഈറ്റിംഗ്. സെക്സ് ഈസ് പ്യുവർലി ബയോളജിക്കൽ ലൈക്ക് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വിശപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഹാരം കഴിക്കും, അല്ലേ? അതിപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലേത് മാത്രമൊന്നുമല്ല നമ്മൾ കഴിക്കുന്നത്. പോകുന്ന യാത്രയിലാണെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിക്കും. വിശപ്പ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആഹാരം കഴിക്കുന്നത്. ഇതുപോലെ ലൈംഗികത എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിശപ്പ് പോലൊരു സംഗതിയാണ്. അതുകൊണ്ട് അതിനകത്തൊരു ക്രമരഹിതമായ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, മറ്റൊരാളിൽ വിവാഹപൂർവ്വ ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, അത് തെറ്റല്ല എന്നൊരു പഠിപ്പീര് കൊരിന്തിലുണ്ടായിരുന്നു. ഈ പഠിപ്പീര് എന്ത് ചെയ്തെന്നറിയാമോ? സഭയ്ക്കകത്ത് കയറി. സഭയ്ക്കകത്ത് കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ കൂട്ടുപിടിച്ച ആരെയാണെന്നറിയാമോ? ഈ പൗലോസിനെയാണ്. കാര്യം പുള്ളിയാണല്ലോ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞങ്ങളെയൊക്കെ ചിലർ കൂട്ടുപിടിക്കാറുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ലേ പോലും പാസ്റ്റ് നമ്മളാകുമ്പോൾ ശാന്തമായിട്ടൊക്കെ ആരെയും വഴക്കുണ്ടാക്കാൻ പോകത്തില്ലല്ലോ. പൗലോസിന്റെ പ്രസംഗങ്ങളെല്ലാം കൂട്ടുപിടിക്കുക. അപ്പോഴാണ് പൗലോസ് പറയുന്നത്, ഭോജ്യങ്ങൾ വയറിനുള്ളത്, പക്ഷെ ശരീരം ആർക്കുള്ളതാ? ശരീരം ആർക്കുള്ളതാ? കർത്താവിനുള്ളതാ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഈ ശരീരത്തിന് 4 പ്രത്യേകത ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് മറുവപ്പെടാനുള്ള ശരീരമാണ്. ഇത് തേജസ്കരിക്കപ്പെടാനുള്ള ശരീരമാണ്. ഇത് സ്വർഗീയമായി മാറാനുള്ള ശരീരമാണ്. ഇത് അദ്രവത്വം പ്രാപിക്കാനുള്ള ശരീരമാണ്. എന്തുകൊണ്ടാണ് അനീഷ് പാസ്റ്റർക്ക് കള്ളു കുടിക്കാൻ പറ്റാത്ത? റാന്നിലെ 3 ബാർ, യുവറാണി, മഹാറാണി, റാന്നി ഗേറ്റ്, എൻ്റെ വല്യമ്മയുടെ ചേടത്തിയുടെ മക്കളെയാ. ഞാനും ജനിച്ചത് കുടിയേറ്റ കുടുംബത്തിലാണ്. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കുടിക്ക് ഒരു കുറവില്ലാത്തവർ. പക്ഷേ ഇന്ന് വരെ ഒരു സിനിമാ കോട്ടയുടെ അകത്ത് ഞാൻ കയറിയിട്ടില്ല. ഒരു സിഗരറ്റ ഞാൻ തൊട്ടിട്ടില്ല. ഒരു കള്ളുകൂപ്പിയെ ഞാൻ പിടിച്ചിട്ടില്ല. സോഷ്യൽ ഡ്രിങ്കിങ്ങിന് ഞാൻ പോയിട്ടില്ല. വളരെ നിങ്ങളാരും സ്വത്രം പറയത്തില്ല, എനിക്കറിയാം. നിങ്ങളെ കൊണ്ട് ഞാൻ സ്വത്രം പറയിപ്പിക്കണം. ഞാൻ ആരെയും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് മാനസാന്തരപ്പെട്ട് വന്നാൽ നിങ്ങളതിന് സാക്ഷ്യമെന്ന് പറയും. കണ്ട, 44 വയസ്സിനകത്ത് ഇന്ന് വരെ ഈ പരിപാടിക്കൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യൻ പോലും എൻ്റെ ദൈവമേ ഒരു സ്വത്രം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമായിപ്പോയി. സത്യത്തെ അതാണോ സാക്ഷ്യം, അതോ ഇതാണോ സാക്ഷ്യം? നിങ്ങൾ പറ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒന്നും പുറകെ പോകാത്തെ? കുഞ്ഞെ, എന്തുകൊണ്ടാണ് കുഞ്ഞ് ഇതിൻ്റെ ഒന്നും പുറകെ പോകാത്തെ? എനിക്കൊരു നിത്യതയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എൻ്റെ പകലത്തെ സംസാരവും രാത്രിയിലത്തെ സ്വപ്നവും എൻ്റെ ഉയർപ്പ്. കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഗൾഫ് കഴിഞ്ഞ് ആദ്യമായിട്ട് വന്ന ഒരു രാജ്യമാണ് ജർമ്മനി, അല്ലേ ചാ? അതിനുശേഷം ആ ജർമ്മനി വന്ന പിന്നെ എൻ്റെ യാത്ര അങ്ങോട്ട് തുറന്ന് എനിക്കിപ്പം പോകാൻ സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു. അതുപോലെ 25 രാജ്യത്ത് ഞാൻ പോയി. ഇപ്പോൾ ജർമ്മനി വന്നേ പിന്നെ നിങ്ങൾക്കറിയാം, ഡിസംബർ 2023 ഞാൻ ജർമ്മനി വന്നേ പിന്നെ 25 രാജ്യത്ത് ഞാൻ ഇപ്പം പോയി. ദൈവത്തിൻ്റെ കരുതലുകളൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ വലിയ ആളായിട്ടൊക്കെ ഉയർത്തില്ലേ, കാകളം നൊഴിക്കുമ്പോൾ പോയില്ലേ. അതുകൊണ്ട് നിറയട്ടെ, ദൈവസാന്നിധ്യം നിറയുന്ന ഒരു ജീവിതം. മോശ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആര് വന്നാലും കൊള്ളാം, നിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ അയക്കരുത്. യുവർ പ്രസൻസ്, അങ്ങയുടെ ദൈവസാന്നിധ്യം നിറയണോ? കിളിവാതിൽ യെരൂശലേമിലേക്ക് മാത്രം തുറക്കും. ബാബേലിലേക്കുള്ള ഒരു വാതിലിലും
ഗോഡ്സ് പ്രസൻസ് ഇല്ല. ദൈവ സാന്നിധ്യമുള്ളത് യെറുശലേമിലേക്കുള്ള വാതില്ല. ദാനിയേൽ തീരുമാനിച്ചു, മറ്റ് ഏത് മുറി ആരടയ്ക്കോ തുറയ്ക്കോ ചെയ്യട്ടെ, പക്ഷെ മാളിക മുറിയുടെ കിളിവാതിൽ ഞാൻ മാത്രമേ തുറക്കത്തുള്ളൂ. കാര്യം, എനിക്ക് എൻ്റെ ലൈഫിൽ ദൈവസാന്നിധ്യം അനുഭവിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ പറയുമ്പോൾ എൻ്റെ ആ സന്ദേശത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നിങ്ങൾ എത്തും. സ്തോത്രം. ഒരാളിൽ ദൈവസാന്നിധ്യം നിറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്രം. ദൈവസാന്നിധ്യം ഒരാളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, വീടുകളുടെ അകത്ത് വീട് മുഴുവൻ ദൈവസാന്നിധ്യം നിറഞ്ഞാൽ, സ്തോത്രം. നോക്കിക്കേ, പുറപ്പാട് 33:14-15 വാക്യം. മാളിക മുറിക്കകത്ത് നിറഞ്ഞു. അതാ എഫേസർ 5:8 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും പാടി ദൈവത്തെ പുറപ്പാട് 33:14-15 വാക്യം. അതാ ഇന്ന് രാത്രി എൻ്റെ ശരിക്കുമുള്ള മെസ്സേജ്. പുറപ്പാട് 33 എൻ്റെ സാന്നിധ്യം നിനക്ക് എന്തോ തരും? എന്തോ തരും? പറ. സ്വസ്ഥത അല്ലേ? അങ്ങനെയല്ലേ വായിച്ചേ? ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്റെ സാന്നിധ്യം. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ഉണ്ടോ? ഏറ്റവും കൂടുതൽ സ്വസ്ഥതയില്ലാത്ത കൂട്ടര് ഞാനിപ്പം മനസ്സിലാക്കിയിടത്തോളം പെന്തിക്കോസിലാണ്. എന്നാ കാര്യം? വീടുകളുടെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഇത് ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവനെ അതുപോലെ ഹേമിക്കുന്നു. സ്തോത്രം. കേവലം ഒരു മെസ്സേജ് പറയുകയല്ല ഞാൻ. നിന്റെ ലൈഫ് ടേൺ ചെയ്യുന്ന ഒരു യാത്രയായത്. ഇന്ന് നിനക്ക് നിന്റെ ജീവിതത്തെ തിരിക്കാൻ പറ്റും. ഒറ്റയാള് തീരുമാനിച്ചു, വീട് മുഴുവൻ സൗരഭ്യം നിറഞ്ഞു. അതിന് വലിയ പ്രാസംഗനാണൊന്നുമില്ല, പവർഷനി പ്രസംഗിക്കാൻ വേണ്ട. ഒറ്റയാളിന്റെ ത്യാഗപൂർണമായ ആരാധന. ജർമ്മനിയിൽ റിവൈവൽ കൊണ്ടുവരുന്നത് ഒരൊറ്റയാൾ തീരുമാനിച്ചാൽ മതി. ഒറ്റയാൾ അടുത്ത ലെവലിലോട്ട് സഭ കയറാൻ പോവാ. ഇനി പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് എതിര് നിന്നാലും ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. ആദ്യം നിറയേണ്ടത് വീടുകളുടെ അകത്ത് ദൈവ സാന്നിധ്യം. എത്ര പേര് ഇന്ന് രാത്രി കൊതിക്കുന്നുണ്ട് എന്റെ വീടിനകത്ത് ആ സാന്നിധ്യം ഒന്ന് നിറയണം? സാന്നിധ്യത്തിന്റെ റിസൾട്ട് ആ പ്രസൻസ്, സാന്നിധ്യത്തിന്റെ റിസൾട്ട് ആ സ്വസ്ഥത. ദൈവ സാന്നിധ്യത്തിന് കത്തിക്കാൻ പറ്റാത്ത അണലികൾ വല്ലതും ഉണ്ട്? ടെമ്പറേച്ചർ മാറ്റുന്ന തീ അല്ലല്ലോ മെലുത്തായി കത്തിയത്. മെലുത്തായി കത്തിയത് അണലിയെ കത്തിക്കുന്ന തീയല്ലേ? ഇന്ന് രാത്രി നിന്റെ കയ്യേലും കാലേലും ഒക്കെ ചുറ്റിപ്പിടിച്ച് നിന്റെ സ്വസ്ഥത ഇല്ലാതാക്കാൻ നിൽക്കുന്ന ചില അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ കത്തിച്ച് കളയുന്ന ഒരു തീ രാത്രി ഇവിടെ കത്തും. ശബന രഗനകത്തരാദര. ഈ ശബാറ്റിമോസ് എന്ന ആ പദം 3 തരം സ്വസ്ഥതയെ സൂചിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനം 4 അധ്യായത്തിന്റെ 9 വാക്യത്തിനകത്ത് ഒരു കാര്യം വളരെ കൃത്യമായി എഴുതിയിരിക്കുക. ദൈവജനത്തിന് ഒരു സ്വസ്ഥത അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇറ്റ് റിമെയിൻസ്. അത് ഇറ്റ്സ് എ പ്രോമിസ്. അതൊരു വാഗ്ദത്തം. പ്രിയപ്പെട്ടവരെ, സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ആ സ്വസ്ഥത.
7 ദിവസത്തെ പാക്കേജിനകത്ത് സൃഷ്ടിപ്പിനെ ദൈവം ക്ലോസ് ചെയ്ത് എന്തിനകത്താ? സ്വസ്ഥതയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ 3 തരം സ്വസ്ഥതകളെ കുറിച്ച് എബ്രായ ലേഖനം 4 അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ സ്വസ്ഥത, എബ്രായ ലേഖനം 4 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. എബ്രായ ലേഖനം 4 അധ്യായത്തിന് 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്ന ആ സൃഷ്ടിപ്പിന്റെ പ്രക്രിയ അത് നിവർത്തീകരിക്കപ്പെടുന്നത് സ്വസ്ഥതയ്ക്കകത്ത്. എബ്രായർ 4:3 പറയാം, വിശ്വസിക്കുന്ന നാമല്ലോ ആ സ്വസ്ഥതയ്ക്കകത്ത് പ്രവേശിക്കുന്നത്. ഏതായിരുന്നു ദൈവം ഒരുക്കിയ ആ സ്വസ്ഥത? പുറപ്പാട് 12 ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്നു. കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമടിമേലും എന്ത് ചെയ്യുന്നു? തേൽക്കുന്നു. എന്നിട്ട് കുഞ്ഞാടിന്റെ രക്തത്തിൽ മറഞ്ഞിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? സംഹാരകനിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ഇതാണൊരു സ്വസ്ഥത. ഈ കുഞ്ഞാടിനെ ദൈവം പരിചയപ്പെടുത്തി. യോഹന്നാൻ 1:29 ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എബ്രായർ 4:3 പറയുക, കുഞ്ഞാടിന്റെ രക്തത്തിൽ മറയാനുള്ള ഒറ്റ വഴി വിശ്വസിച്ചവരായ നാമല്ലോ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കും. അതുകൊണ്ടാ മത്തായി 11:28 കർത്താവ് വിളിക്കുക, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കുക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈജിപ്ത് എന്ന് പറയുന്നത് പാപബന്ധനത്തിന്റെ ഈ ലോകത്തെ കാണിക്കുന്നത്. പക്ഷേ ത്രൂ ദ ബ്ലഡ് ഓഫ് ദ ലാംബ്, ത്രൂ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഡെലിവറൻസ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ കൊലോസർ 1:13-14 വാക്യം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വസ്ഥത എന്താ? യേശുവിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് നാം പ്രാപിക്കുന്ന രക്ഷാനുഭവ അസ്വസ്ഥത. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ദൈവമക്കൾക്കും കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയാണ് യേശുവിന്റെ ഗോഡ് ശബത്ത് റെസ്റ്റ്. ഒരു കുഞ്ഞാട് ഇറക്കപ്പെടുന്നു, രക്തത്തിന്റെ മറവിലിരിക്കുന്നു, ആ മറവിൽ അനുഭവിക്കുന്ന സ്വസ്ഥത. എഫെസ്യരിൽ നമ്മൾ വെച്ച് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച സ്വസ്ഥത. ഈ സ്വസ്ഥത അനുഭവിക്കുന്ന ദൈവമക്കളൊക്കെ ആ കര ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തുതിച്ചേ. അത് ചോര കൊണ്ടുള്ള വീണ്ടെടുപ്പ്. പക്ഷേ രക്ഷിക്കപ്പെട്ട ഓരോ അടുത്തത് കേട്ടോണേ, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും യുദ്ധം ചെയ്ത് മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളുടെ അകത്ത് 13 വരെ നമുക്കത് കാണുവാൻ കഴിയും. 4:11 മുതൽ ഒന്ന് വായിച്ചേ. എബ്രായർ 4:11. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ഉണ്ടോ ഈ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ ഒറ്റ സംഗതിക്കേ കഴിയത്തുള്ളൂ. എന്താ? അനുസരണക്കേട്. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. എൻ്റെ കയ്യിരിക്കുന്ന വചനമുണ്ടല്ലോ, എന്നെ നിങ്ങളെ ഒരുപോലെ വിവേചിക്കുന്നതാ. അനുസരണക്കേടിന്റെ ശിക്ഷാവധി വീണ് സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ ഉത്സാഹിക്കാം. ഞാൻ അതിന്റെ മൂലപദമൊക്കെ നോക്കിയപ്പോൾ രക്ഷിക്കപ്പെട്ട നമ്മൾ റിബിലിയസ് ആയാൽ ദൈവം എടുത്തിട്ട് അലക്കും. വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കുന്നത് പോലെ അലക്കും. ഈ ദൈവകൃപയാല്
കായ്ക്കുന്ന മരങ്ങൾ കയറുള്ളത് പോലെ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കൊക്കെ ആഴ്ചയിൽ ഓരോ ട്രോളുണ്ട്. എനിക്കത് സന്തോഷമാണ്, ഇത് കേൾക്കുമ്പോഴേ സന്തോഷം. ഈയിടെ വന്ന ഏറ്റവും പുതിയതെന്ന് പറഞ്ഞാൽ എൻ്റെ അന്യഭാഷയെ കളിയാക്കിക്കൊണ്ടുള്ള എവിടെയോ പ്രസംഗിച്ച കൂട്ടത്തിൽ അന്യഭാഷ പറഞ്ഞ ഒരു 15 മിനിറ്റ് ഭയങ്കര ആരാധന. അതിനകത്ത് അന്യഭാഷ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഈ അന്യഭാഷയെ കളിയാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക്, അതും പെന്തിക്കോസുകാർ കളിയാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ വെച്ചാൽ യൂദയുടെ ലേഖനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് തുറന്നൊരു വാക്യമുണ്ട്. 1000 വട്ടം വായിച്ചിട്ടുണ്ടെങ്കിലും ആ വാക്യം എൻ്റെ കണ്ണ് തുറന്നു. ഒന്ന് വായിച്ചു നോക്കിക്കേ. യൂദയുടെ ലേഖനം 17-ാമത്തെ വാക്യത്തിനകത്ത് ആ വാക്യം വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക. നിങ്ങളോ സകലം ഒരിക്കൽ അറിഞ്ഞില്ല പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ ഓർപ്പിൻ. ഇനി അടുത്തത് 18-ാം വാക്യം, അതാ എൻ്റെ വിഷയം. അന്ത്യകാലത്ത് അക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഞങ്ങൾ പണ്ടേ പറഞ്ഞ കാര്യമാണ്. അന്ത്യകാലത്ത് ഒത്തിരി ട്രോളുകാർ എഴുന്നേക്കുമെന്നുള്ള കാര്യം ഞങ്ങൾ പണ്ടേ പറഞ്ഞല്ലോ. എന്താ അവരുടെ പ്രത്യേകത? 19-ാം വാക്യം. എല്ലാ സഭയിലും ഉണ്ട്, ജർമ്മനിയിലെ സഭയിലും അതുണ്ട്, ഇല്ലെന്നൊന്നും പറയരുത്. ഇല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും. സ്വതം അന്ത്യകാലം ആയതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. എന്താ പ്രത്യേകത? അവർ ഭിന്നതയുണ്ടാക്കുന്നവർ. രണ്ടാമത്തെ പ്രത്യേകത പ്രാകൃതന്മാർ എന്ന് പറഞ്ഞാൽ വേറെ കാട്ടുപോത്തിന്റെ സ്വഭാവമായിരിക്കും പ്രാകൃതന്മാർ. പിന്നെ അടുത്തത് കണ്ടോ, ആത്മാവില്ലാത്തവർ. അവനെ കൊണ്ട് കണ്ണടപ്പിക്കണേലും കൈയടിപ്പിക്കണേലും ഒക്കെ ഭയങ്കര പാടാണ്. ആത്മാവില്ലാത്ത സ്വത്രം. എനിക്കറിയാം, ഞാനീ പറയുന്ന ഒന്നും നിങ്ങൾക്ക് സ്വത്രം പറയാൻ പറ്റിയൊരു വകുപ്പല്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ ദൈവാസ്തന്മാരുണ്ടല്ലോ എന്നെ ഇങ്ങനെ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പറയുന്നതെന്ന്. പക്ഷേ ആ ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങൾ കൂടല്ലേ. 20-ാം വാക്യം പറയാ, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി. കുഞ്ഞേ, നീ ജർമ്മൻ ഭാഷയുടെ എത്ര ബി ലെവലോ ആ പരീക്ഷ എഴുതേണ്ട എന്തുമാത്രം അന്യഭാഷ പറഞ്ഞതാ. അവിടെ ചെന്ന് തണുപ്പിനകത്തിരിക്കുമ്പോൾ നിന്റെ അന്യഭാഷ പുച്ഛിക്കുന്നവനേക്കാൾ B2 അല്ലേ ഏറ്റവും കൂടുതൽ അതാ. സ്വത്രം അത് എഴുതിയതിൻ്റെ അന്ന് അന്യഭാഷ പറഞ്ഞതിൻ്റെ ഓർമ്മയുണ്ടല്ലോ. സ്വത്രം ദൈവം തുറന്ന വഴികളിൽ പരിശുദ്ധാത്മാവിനെ കുറ്റപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്ന, പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്ന ഒരു പരിപാടി ജീവിതത്തിൽ ചെയ്താൽ കണക്ക് പറയിപ്പിക്കാതെ ദൈവം വിടത്തില്ല. സ്വത്രം 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 സ്വത്രം. ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? എൻ്റെ മലയാളം എൻ്റെ മദർ ടങ്, മാതൃഭാഷയാണ്. ഈ ഷെറോണൊക്കെ പറയുന്ന ജർമ്മൻ കേട്ടിട്ട് ഞാനൊരു പ്രാവശ്യം അവൻ പറയുന്ന അന്യഭാഷയാണെന്ന് ഓർത്തുപോയി. എനിക്ക് കണ്ട് എപ്പോഴും ഇത് അത് അവൻ്റെ മദർ ടങ്. പക്ഷെ അന്യഭാഷ ഉണ്ടല്ലോ, മദർ ടങ് അല്ല, ഫാദർ ടങ്. നിന്റെ പിതാവിനോട് സംസാരിക്കുന്ന ഭാഷയാണ്. അന്യഭാഷ കൊണ്ട് 3 കാര്യം നീ ചെയ്യണം. അന്യഭാഷ ദൈവത്തോട് സംസാരിക്കണം, അന്യഭാഷ പ്രാർത്ഥിക്കണം, അന്യഭാഷ പാടണം. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രവചനം ഞാനിപ്പോ ഷായിച്ചാനോട് പ്രവചിച്ച ഷായിച്ചാൻ ആത്മീയവർദ്ധന വരും, എനിക്കൊരു ഗുണവും ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ 1 മണിക്കൂർ അന്യഭാഷ പറഞ്ഞാൽ എനിക്ക് ഞാൻ ആത്മീയവർദ്ധന വരുത്തും. സ്വതന്ത്രം. അതുകൊണ്ട് ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അന്യഭാഷ പ്രാർത്ഥിക്കണം, അന്യഭാഷ പ്രാർത്ഥിക്കണം, ഉത്സാഹിക്കണം, സ്വസ്ഥതയ്ക്ക് ഉത്സാഹിക്കണം. സ്വതന്ത്രം. ഉത്സാഹിച്ച് മേടിക്കേണ്ട ഒരു സ്വസ്ഥത. ഒന്നാമത്തെ സ്വസ്ഥത ഞാൻ പറഞ്ഞു, ശബത്ത്
ഗോഡ് സബത്ത് റെസ്റ്റ്. രണ്ടാമത്തെ ഒരു സ്വസ്ഥതയുണ്ട്, ഉത്സാഹിച്ച് മേടിക്കേണ്ട സ്വസ്ഥത. ഗോഡ്സ് കനാൻസ് റെസ്റ്റ്. ആവർത്തനം 12:9 പറയാം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്വസ്ഥത ദൈവം ഒരുക്കുക. ഈജിപ്തും മരുഭൂമിയും ഒന്നും അല്ല ദൈവത്തിന്റെ ഇഷ്ടം. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം കനാന്റെ മഹത്വത്തിൽ നീ പ്രവേശിക്കുക എന്നുള്ളതാ. അതിന് നീ എന്താ ചെയ്യണം? യുദ്ധം ചെയ്യണം. ഈ ഈ ഈ കനാനെ കുറിച്ച് പറയുമ്പോഴത്തേന്, കനാൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ എല്ലാം ചിന്ത വരുന്നത് മരണ യോർദാനും കനാൻ നിത്യത. മൂക്കി പഞ്ഞു വെച്ച് പെട്ടിക്കകത്ത് കിടന്ന് കനാൻ നിത്യതയാണ്. പിന്നെ ഞാനൊരു വാക്യം വായിപ്പിച്ച് കേൾപ്പിക്കും. നമ്മുടെ പാട്ടും പ്രസംഗവും എല്ലാം ഈ കനാനെ, മരണ യോർദാനും കനാൻ നിത്യത ആയതുകൊണ്ട് നമ്മുടെ അകത്ത് കയറി കിടക്കുന്ന എന്തോ ഒരു തെറ്റിദ്ധാരണ ഈ കനാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള സംഗതിയാണ്. അല്ല. തെളിവ് യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചു. യോശുവ 11:23 ഒന്ന് വായിച്ചു നോക്കിക്കേ. 11:23. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്ര വിഭാഗ പ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. എന്താ വായിച്ചേ? ഇങ്ങനെ യുദ്ധം തീർന്നു. എവിടെ യുദ്ധം ഉണ്ടായിരുന്നു അന്നേരം? കനാനിലെ. കനാനിൽ എന്തോ ഉണ്ടായിരുന്നു? കനാൻ സ്വർഗമാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടോ? എൻ്റെ ദൈവമേ, റാന്നി ഇരുന്ന് യുദ്ധം ചെയ്ത് അങ്ങേയറ്റം പറ്റിച്ച് ഇനി സ്വർഗത്തിലും ചെന്ന് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ യുദ്ധം ചെയ്ത് മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. യോശുവ പറയുന്നൊരു വാക്യമുണ്ട്, യോശുവ അവർക്ക് എന്തു വരുത്തി? സ്വസ്ഥത വരുത്തി. അല്ലേ? യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി. സ്തോത്രം. എബ്രായർ 3:11 പറയുന്നുണ്ട്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ഉണ്ടാകരുത്. എബ്രായർ 4:1 പറയാ, സ്വസ്ഥതയെ പ്രവേശിക്കാനുള്ള ഒരു വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്. 4:3 പറയാ, വിശ്വസിക്കുന്ന നാം അത് പ്രാപിക്കുന്നത്. 4:7 പറയാ, ഇന്നൊരു ദിവസം ദൈവം അതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുക. 4:8 പറയാ, യോശുവ സ്വസ്ഥത വരുത്തി. 4:11 പറയാ, സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്ത് മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. യോശുവ 11:23 പറയാ, യുദ്ധം തീർന്നു, സ്വസ്ഥത വന്നു. യെരികോ തകർന്ന് യോർദാൻ പിളർന്ന് അക്കരെ കയറിയപ്പോൾ കനാന്റെ സ്വസ്ഥതയ്ക്കെതിരെ നിന്നൊരു ശക്തിയുണ്ട്. അതിൻ്റെ പേരാ അനാക്യ ശക്തി. സംഖ്യാപുസ്തകം 13-ലും ആവർത്തനം 9-ലും അവനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ആവർത്തനം 9 പറയാ, അനാക്കന്റെ മുമ്പിൽ നിൽക്കാവുന്നവൻ ആരെന്നൊരു ചൊല്ലു നീ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അനാക്കിന്റെ മുമ്പിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നിൽക്കാൻ പറ്റാത്തത്? അനാക്കിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ സിമ്പിളായിട്ട് ആ വാക്യം കേട്ടോണേ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദിലും യുദ്ധം ചെയ്ത് മേടിക്കേണ്ട ഒരു സ്വസ്ഥത. ബഥേൽ ഇന്റർനാഷണൽ പെന്റക്കോസ്റ്റൽ ചർച്ച് 7 ദിവസം എന്തിനാ ഉപവസിക്കുന്നത്? പിടിച്ചു മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട് നിന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി. ഇന്ന് നീ ഉത്സാഹിച്ചത് മേടിക്കണം. അനാക്കന്റെ മുമ്പ് യോശുവയുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാനത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എൻ്റെ മെസ്സേജ് തീരും. സമയം ഒത്തിരി പോയെന്ന് തോന്നുന്നല്ലേ? എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? ഒരു 10 മിനിറ്റ് കൂടെ എടുക്കത്തിന് കുഴപ്പമില്ലല്ലോ. സ്വതന്ത്രം. ഈ അനാക്കിന്റെ മുമ്പിൽ വളരെ ശ്രദ്ധിച്ചോണേ. ഇത് നോട്ട് എഴുതി എടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തോണം. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം കർത്താവ് തന്നൊരു വെളിപ്പാടായത്. സ്തോത്രം.
ക്രിസ്തു ജീവിതത്തിൽ പിടിച്ചു മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ ദൈവമക്കളും അവകാശമാക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. യോശുവന് എന്നെ എടുത്തു, ഒന്ന് വായിച്ചു നോക്കിക്കേ. സ്വസ്ഥത മേടിക്കാൻ എന്നെ എടുത്തു. ആദ്യം യോശുവ എന്ത് ചെയ്തെന്നറിയാം? യോശുവ 11:21 വായിച്ചേ. ഈ യോശുവ 11:21. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേലിയ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഗ്രഹിച്ചു. ആദ്യം പുള്ളി കയറി ചെന്ന് സംഗ്രഹിച്ചു. ഏതാ? മലനാട്. മലനാടെന്ന് പറഞ്ഞ ആവർത്തനം 9:1 എഴുതിയിട്ടുണ്ട്. ആകാശത്തോളം ഉയർന്ന മതിൽ അവരുടെ പട്ടണത്തിന്. ഞാനത് ഇച്ചിരി കൂടെ മൂലപദം ശ്രദ്ധിച്ചപ്പോ ഉണ്ടല്ലോ, ഈ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഇറാനും ഹോർമൂസും ഒക്കെ കേട്ടോണ്ടിരിക്കുക. എന്നാ അതിന്റെ കാര്യം? കടല്, 2 സൈഡ് മല. എവിടുന്നേലും ഒരു ഏറുപടക്കം കത്തിച്ചിട്ടാലും കപ്പൽ പിന്നെ പേടിയ. ഇറാന്റെ ഏറ്റവും വലിയ സ്വാധീന മേഖലയാണ് ആ ഹയർ പ്ലേസ്, അല്ലേ? ശരിക്കും മലനാടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എയർ സ്പേസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? സാത്താൻ ഉപയോഗിക്കുന്ന ചില എയർ സ്പേസുകൾ അതെല്ലാ രാജ്യത്തും ഉണ്ട്. പക്ഷേ നീ തീരുമാനിച്ചാൽ മതി, ഞാൻ കരവടയ്ക്കുന്ന ഭൂമിയുടെ മേളിൽ കൂടെ ഒരു പോക്കുവരത്ത്. ഞാൻ ഈയിടെ അമേരിക്ക ചെന്ന സമയത്ത് വളരെ കൃത്യമായി പ്രാർത്ഥനയെ പോരാടുന്ന ഒരു ദൈവാസൻ എന്നോട് പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ, പുറമെ ഒന്നും ഒരു കുഴപ്പം, പക്ഷെ എൻ്റെ വീടിരിക്കുന്നതിൻ്റെ മേളിൽ കൂടെ ഒരു പോക്കുവരത്തിൻ്റെ ഇതുണ്ടായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥന ഞാനത് തിരിച്ചറിഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, ഡാ, അഡ്രസ്സൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടാണ് പറഞ്ഞു. കല്യാണക്കുറി വായിക്കുന്ന പോലെ പറഞ്ഞു, ഇത് ഇന്നടത്ത് ഇത്ര രൂപ കൊടുത്ത് മേടിച്ച സ്ഥലമാണ്, ഇവിടെ ഇനി മേലിയിലെ കൂടെ പോയേക്കെ. ആദ്യം പിന്നെ ഞാൻ രാത്രി സഭയോട് പറയാ, സഭ വളരാത്തതിൻ്റെ കാര്യം എയർ സ്പേസ് ശത്രു ഉപയോഗിക്കുന്നുണ്ട്. നീ അങ്ങ് അടച്ച്, ആത്മാവിന്റെ അധികാരത്തിൽ നീ ഒന്ന് അടച്ച്, നിന്റെ വീടിനകത്ത് കലകം ഉണ്ടാകുന്നതിന്റെ കാര്യം എയർ സ്പേസ് ശത്രു ഉപയോഗിക്കുന്നുണ്ട്. അത് ചുമ്മാതെ ഒരു വീടിപ്പടക്കം പൊട്ടിച്ച് എടുത്ത് അങ്ങോട്ട് ഇടുക എല്ലാ ദിവസവും. അനുവദിച്ചു കൊടുക്കരുത്. യോശുവ ആദ്യം കയറി എയർ സ്പേസ് അടച്ചു. ഈ പ്രയർ റൈഡുകളുടെ ഒക്കെ അകത്ത് സംഭവിക്കുന്ന അതാ. ശത്രുവിന്റെ ചില പോക്കുവരത്തുകൾ, ദുർമന്ത്രവാദത്തിന്റെ ചില യാത്രാ മേഖലകൾ അടയ്ക്കണം. അഭിഷേകത്തിന്റെ അധികാരത്തെ അടയ്ക്കണം. എയർ സ്പേസ് അടച്ച അടുത്ത തന്നെ എടുത്തു. വായിച്ചു നോക്കിക്കോ. അതിന് Ephesians 2:2 പറയുന്നുണ്ട്, ഇത് പ്രൈസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ. എയർ സ്പേസ് അടച്ച അടുത്തത് ചെയ്തെന്താ? 11:12. ആ രാജാക്കന്മാരുടെ പട്ടണങ്ങളെല്ലാം, യോശുവ 11:14 ഹസോർ പട്ടണം, അതൊക്കെ ഒത്തിരി പറയാനുണ്ട്. ശക്തമായ കോട്ടകളുള്ള പട്ടണ. 12:24 ആകെ 31 രാജാക്കന്മാർ. അപ്പം എയർ സ്പേസ് അടച്ച അടുത്തത് അവരെന്നെ എടുത്തെന്നറിയാം, പട്ടണം പിടിച്ചു. ഓരോ പട്ടണത്തിനും ഒരു പട്ടണ ശക്തിയുണ്ട്. ജർമ്മനിയിലെ ഓരോ സ്പേസിലും ഓരോ ശക്തിയുണ്ട്. നീ തിരിച്ചറിയണം, പിടിക്കണം. 31 പട്ടണത്തെ പിടിച്ചു. രാജാക്കന്മാരെ വെട്ടിക്കൊന്നു. ദുരാരഭരവ. സ്വസ്ഥത വരണോ? മേളിലത്തെ സ്പേസ് അടയ്ക്കണം. സ്വസ്ഥത വരണോ? അകത്തു നിൽക്കുന്ന ദേശശക്തിയെ കീഴടക്കണം. ഇംഗ്ലീഷിൽ അത് ടെറിട്ടോറിയൽ
സ്പിരിറ്റ് എന്നേ ഉള്ളൂ, ടെറിട്ടോറിയൽ പവേഴ്സ്, ടെറിട്ടോറിയൽ സ്പിരിറ്റ്. പക്ഷെ മലയാളി ബന്ധുക്കോസുകാരെല്ലാം കൂടെ അതിനെ ദേശാധിപതിയാക്കി. ദേശാധിപതി അല്ല, ദേശശക്തി. പ്രാർത്ഥിക്കുമ്പോ പോലും ദേശാധിപതി എന്ന് പറയരുത്, ദേശശക്തി എന്നേ പറയാവൂ. അധിപതി നീയാ. മല പിടിച്ചു, പട്ടണം പിടിച്ചു. അപ്പൊ എന്നെ അടുത്ത സാത്താൻ അങ്ങനെ പെട്ടെന്നൊന്നും കീഴടങ്ങുമെന്ന് വിചാരിക്കരുതേ. പുള്ളി അടുത്തൊരു കാര്യം ചെയ്തു. 10:20 യോശുവ 10:20 യോശുവ 10:20 ഉറപ്പുള്ള പട്ടണങ്ങളിൽ 10:20 മറികേറി എലി മാളത്തിൽ കയറുന്ന പോലെ ബങ്കറിനകത്ത് കയറി. ഉറപ്പുള്ള പട്ടണം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഇസ്രായേൽ ബോംബിട്ടപ്പോ ഹമാസ് കയറി കുഴിക്ക് ബോംബിനകത്ത് ബങ്കറിനകത്ത് കയറിയിരുന്ന പോലെ. അപ്പം അനാക്കിന് 3 സ്പേസുകൾ അവൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കര, വ്യോമസേന, പിന്നേതാ കടല്. 3 യോശുവ കീഴടക്കി. ആകാശത്തെ അടച്ചു, ഭൂമിയെ പിടിച്ചു, ബങ്കറിനകത്തിരുന്നവനെയെല്ലാം വലിച്ചിറക്കി. യുദ്ധം തീർന്നു, സ്വസ്ഥത വന്നു. നിനക്ക് പ്രൊഫഷൻ ഉണ്ടായിട്ട് നിനക്ക് ഇന്ന് എൻ്റെ അടുക്ക് ഒരു കൊച്ചു എറണാകുളത്തുനിന്ന് വന്നു. ജനറൽ മെഡിസിൻ MD കഴിഞ്ഞ സ്കോളർഷിപ്പ്. അവക്ക് പേന കയ്യിലെടുക്കാൻ പറ്റത്തില്ല, വിറയ്ക്കും. എന്തോ ഉണ്ടായിട്ട് എന്നാ കാര്യം? സ്വസ്ഥത അനുഭവിക്കത്തില്ലെന്ന് പറയുന്ന പോരുകൾ. പക്ഷെ ഇന്ന് രാത്രി ഉത്സാഹിക്കുന്ന സഭയ്ക്ക് ചിലതിനെ വിളിച്ചു വരുത്താൻ പറ്റും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ശബനാരബര. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസാന്നിധ്യത്തിനകത്ത് ഒരു അസാധാരണമായ മൂവ്മെന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ദുരക്കട്ടനാദര. നിന്റെ വീടിനകത്തൊന്നും ചലിക്കാതെ എത്ര ദൂത് നീ കേട്ടത്, എത്ര പ്രവാചകന്മാർ നിന്റെ വീട്ടിൽ വന്നു കയറി, പക്ഷെ ഒന്നും ചലിക്കാതെ ചില സ്ട്രോങ് ഹോൾഡുകൾ അടച്ചിരിക്കുന്ന ചില ആധിപത്യങ്ങൾ. പക്ഷെ ഒരുത്തം പിടിച്ചിറക്കി. ഇന്ന് രാത്രി ചിലതിനെ പിടിച്ചിറക്കും, ചിലതിനെ പിടിച്ചു കെട്ട. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ല അത്. എവിടാ സഹോദരങ്ങളെ ഇത് സംഭവിക്കുന്നത്? ഒരുത്തിൽ ആരാധന ആ വീടിനെ മുഴുവൻ നിറച്ചെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണ്. ഞാൻ അതുകൊണ്ട് മാക്സിമം ഡ്രൈവർമാരെ കൊണ്ടുപോകത്തില്ല. മാക്സിമം അതുപോലെ തട്ടുകെട്ടാലേ കൊണ്ടുപോകത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അധികാരം ചലിക്കട്ടെ. ഒന്ന് ശബത്ത് റെസ്റ്റ്, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉള്ളത്. 2 കനാൻസ് റെസ്റ്റ്, പിടിച്ചു മേടിക്കേണ്ട സ്വസ്ഥത, യുദ്ധം ചെയ്ത് മേടിക്കേണ്ടത്. ഇനി 3ാമത്തെ ഒരു സ്വസ്ഥതയുണ്ട്. അത് നമുക്കറിയാം, നിത്യതാ പ്രവേശനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്ന. എബ്രായർ 4:9 ഒരു ശേഷിക്കുന്ന ഇറ്റ് റിമെയിൻസ്. ഒരു വെളിപ്പാട് 14:13 എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. നമ്മുടെ കണ്ണീരെല്ലാം തുടയ്ക്കുന്ന ഒരു നിത്യതയുടെ സ്വസ്ഥത, ഇത് ഫ്യൂച്ചർ റെസ്റ്റ്. സ്തോത്രം. നമുക്കൊരു സ്വസ്ഥത ഒരുക്കി വെച്ചിരിക്കും. പക്ഷേ അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ചിലത് പിടിച്ചെടുക്കണം, ഇവിടെ ചിലത് അവകാശമാക്കണം. നിന്റെ ഒറ്റ ആരാധനയ്ക്ക് ചിലതിനെ തിരിക്കാൻ പറ്റും. ശബനാരകക്ഷ. ഒരല്പസമയം അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ച്, ഒരല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച് ജുഡബരബരബര കൃപ പ്രാപിച്ച് ഇന്ന് രാത്രി ഇന്ന് ചില വാതിലുകൾ തുറക്കുക. നിങ്ങൾ നാളെ പറയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കോവിഡ് ഏറ്റവും രൂക്ഷമായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ബഥേൽ പെന്തക്കോസ്ത് ചർച്ചിനോട് ഞാൻ ഗത്സമനെ കുറിച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. എന്നോട് പിന്നെ എത്രയോ വട്ടം ദൈവമക്കൾ അത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഭയങ്കര തിരിവുണ്ടായ ഒരു ദിവസം.
അതുപോലെ ഇന്ന് രാത്രി ഒരു തിരിവ് ഇവിടെ നടക്കും. പരിശുദ്ധാത്മാവ് ഇത് ചെയ്യാൻ പോവാം. എല്ലാ തരവും ക്യാമറ വേണമെന്നൊന്നുമില്ല. ഞാനല്ലല്ലോ കാണുന്നത്, കർത്താവല്ലേ കാണുന്നത്. അന്യഭാഷ സംസാരിക്കാനുള്ളതാ, അന്യഭാഷ പാടാനുള്ളതാ, അന്യഭാഷ പ്രാർത്ഥിക്കാനുള്ളതാ. ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ജുഡാര എവരി സാക്രിഫിഷ്യൽ വർഷിപ്പ്. ഏത് ത്യാഗപൂർണമായ ആരാധനയ്ക്കും ഇറ്റ് മേക്സ് ഡിഫറൻസ്. ഇന്ന് രാത്രി ഒരു വലിയ വ്യത്യാസം വെളിപ്പെടുത്തട്ടെ. ശബന റബന ജഗൽ കടാന ഹത്തന അംതൽ കടാ രഗ ജഗത്തരക്ഷനാചരത്തരക്ഷസി അഠനാദര ക്ഷമനാരക ഊടകട്ട ജാനഹന്തന അംതൽ കനാചരക്ഷരസ്തരേരഗച്ചന ഊടാരാബ റബനാരകന. പ്രാർത്ഥിച്ച്, അന്യഭാഷ പ്രാർത്ഥിച്ച്. സഹോദരങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചായിരിക്കുന്നെങ്കിൽ കരം കോർത്ത് പിടിച്ച് ഒരു അല്പസ്വരം അന്യഭാഷ പറഞ്ഞ്. ജൂഡാരവര അംതരവരവ വൈശരകട്ട ജൂഡാബാന ദൂരാബാന ജൂടക്കട്ട റബനാരകന ജുഡപരപരവ ചന്ദരപരവ. സ്വസ്ഥതയ്ക്കെതിരെ, സമാധാനത്തിനെതിരെ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പോരടിക്കുന്ന പോരുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടി 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 മാറട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ചലിക്കട്ടെ. ജുഡാര ഇവിടെ ഒരു തീ കത്തട്ടെ. അണലിയെ കത്തിച്ചു കളയുന്ന തീ, അണലിയെ കത്തിച്ചു കളയുന്ന തീ, അഭിഷേകത്തിന്റെ തീ, അധികാരത്തിന്റെ തീ, ശൂന്യതകളെ മാറ്റുന്ന തീ, അഭിഷേകത്തിന്റെ തീ. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ശക്തമായ ദൈവസ്ഥാനത്ത് ഇവിടെ ഉണ്ട്. കർത്താവെ, ഞാൻ ജനത്തെ പ്രാർത്ഥിച്ചനുഗ്രഹിക്കും. സ്വസ്ഥതയ്ക്കെതിരെ വെല്ലുവിളിക്കും ചില ശൂന്യതകളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിച്ച് പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, അഭിവൃദ്ധിപ്പെടട്ടെ, വിശാലപ്പെടട്ടെ, വാക്തത്വ നിവർത്തി ഉണ്ടാകട്ടെ, അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകട്ടെ. ദൈവദാസൻ, ദൈവദാസി കുഞ്ഞുങ്ങൾ, സഹോദര കുടുംബങ്ങൾ, സമശിഷ്ടങ്ങൾ, സഭയാൻ കുടുംബങ്ങൾ, മറ്റു ദൈവദാസന്മാർ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വീടുകളിലകത്ത് രാത്രി ഒരു സ്വസ്ഥതയെ ഞാൻ കൽപ്പിക്കും. കർത്താവ് അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സഹായിക്കട്ടെ.